മലപ്പുറത്ത് 4 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഷിഗല്ല ഒരു വൈറസ് അല്ല, മറിച്ച് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. ഇതുണ്ടാക്കുന്ന അസുഖത്തെ വിളിക്കുക ഷിഗല്ലോസിസ് എന്നാണ്. വൃത്തിഹീനവും മലിനവുമായ ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് മലത്തിലൂടെ ഇത് പുറത്തേക്ക് പോകുന്നു. ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നാലെ 1 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇത് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വയറിളക്കത്തോടുകൂടി രക്തവും കഫവും കലർന്നു പോകുന്നതായി കാണുന്നു. ഇതിനു പുറമെ പനി, ഓക്കാനം, ഛർദി, വയറുവേദന, വയറുസ്തംഭനം, വയറിളക്കം എന്നീ ലക്ഷണങ്ങളാണ്. ഷിഗല്ലോസിസ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം തന്നെയാണ്. വളരെ സീരിയസ് കണ്ടീഷനിലേക്ക് കടക്കുമ്പോൾ ഇത് മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നു. ഇനി ഇത് വരുന്നത് തടയാനായി 5 കാര്യങ്ങൾ. 1. കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കുട്ടികളുടെ ഡയപ്പർ മാറ്റിയാൽ കൈ കഴുകാൻ മറക്കരുത്. 2. കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. 3. വയറിളക്കമുള്ളവർ പുഴകളോ സ്വിമ്മിംഗ് പൂളോ ഉപയോഗിക്കാതിരിക്കുക. ഇവരായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. 4. തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ഒഴിവാക്കുക. 5. കിണർ, ടാങ്ക്, ടോയ്ലറ്റ് എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. വയറിളക്കം വന്നാൽ ഡീഹൈഡ്രേഷൻ തടയാനായി വെള്ളവും ORSഉം കുടിക്കുക. മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അറിവിനായി ഷെയർ ചെയ്യൂ. സ്റ്റേ ഹെൽത്തി.